മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയും എങ്ങനെയാണ് നേപ്പാൾ വിഷയം കൈകാര്യം ചെയ്യാൻ പോവുക എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഭരണകൂടം തകർന്നപ്പോൾ അത് ചൈനയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടമായിരുന്നു. ഇപ്പോൾ നേപ്പാളിൽ തകർന്ന ഭരണകൂടം ചൈനയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ തകർന്ന ഭരണകൂടം. ഒരു അസ്ഥിരമായ നേപ്പാൾ എന്നുള്ളത് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ആഗ്രഹിക്കില്ല. പക്ഷേ ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒരു സഹകരണത്തിൻ്റെ പാതയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗിന്റെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് പറയുകയും ചെയ്യാം. എന്തായിരിക്കും ഇന്ത്യയുടെയും ചൈനയുടെയും ഇക്കാര്യത്തിലെ നിലപാടെന്ന് വിചാരിക്കണം? ക്ഷമിക്കണം, ആദ്യം ചൈനയുടെ കാര്യം പറയാം. ഈ KP ശർമ്മ ഒലി ചൈനയുടെയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച നേപ്പാളി പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തിട്ട് ആദ്യം പോയത് ചൈനയിലേക്കാണ്. ചൈനയെ ഇത് രാജാഭരണത്തെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ചൈനയെയും ഇന്ത്യയും, ചൈനയെ കാണിച്ച് ഇന്ത്യയോടും ഇന്ത്യയെ കാണിച്ച് ചൈനയോടും ബാർഗെയിൻ ചെയ്തിരുന്ന ഒരു ഭരണ സംവിധാനമാണ് നേപ്പാളിൽ എക്കാലത്തും നിലനിരുന്നത്. എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം മുതൽ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു കോട്ടിൻ്റെ അതിൻ്റെ ഓഥറെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ചെറിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും വലിയ രാജ്യങ്ങളുടെ സമീപമുള്ള ചെറിയ രാജ്യങ്ങളുടെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ചെറിയ രാജ്യങ്ങൾ തങ്ങളെ സ്വയം പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്കാക്കി തങ്ങൾക്കൊരു വിലയിടുകയാണ്, ബാർഗെയിൻ ചെയ്യുകയാണ് വലിയ രാജ്യങ്ങളുമായിട്ട്. വലിയ രാജ്യങ്ങൾ ഒരു കവലച്ചട്ടമ്പിമാർ പോലെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ്. അത് നേപ്പാളിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാർഗെയിനിങ് നേപ്പാൾ ആദ്യമേ മുതൽ രാജഭരണം ബീരേന്ദ്രയുടെ കാലം മുതൽ ജ്ഞാനേന്ദ്രയുടെ കാലത്തായാലും ഈ ഇപ്പോഴത്തെ ഡെമോക്രസിയിലൂടെ അവിടെ അധികാരം പിടിച്ചടക്കിയ നേതാക്കളുടെ കാര്യത്തിലായാലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയെ ഏറ്റവും കൂടുതൽ നേപ്പാളിലേക്ക് ചൈനയുടെ സ്ട്രാറ്റജിക് ഐഡിയാസ് വച്ചിട്ട് അവരുടെ തന്ത്രങ്ങളും പോളിസികളും ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ വിമാനത്താവളം വരെ സ്ഥാപിക്കാനായിട്ട് ചൈനയ്ക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുകയും ഈ ചൈന നാളെ ഒരു യുദ്ധ സമാന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനീസ് ആർമിക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക്, നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലേക്ക് കഴിയും വേഗം എത്താൻ തരത്തിലുള്ള സംവിധാനങ്ങൾ ചൈനയുടെ പ്ലാനിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് സഹായകരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൈന നടത്തുവാൻ സഹായിച്ച ഒരാളാണ്. അതേപോലെ ചൈനയെ കാണിച്ച് നമ്മൾക്കറിയാം, 2 വർഷങ്ങൾക്ക് മുമ്പ് ലീപുലിയെ കാലാപാനി ആ ഭാഗത്ത് ഇന്ത്യയും ചൈനയുമായിട്ട് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 1954 മുതൽ ഒരു ബോർഡർ ട്രേഡ് നടത്തിയിരുന്ന ഒരു പോയിൻ്റാണ്. രണ്ട് രാജ്യത്തെയും വ്യാപാരികൾ വന്ന് പരസ്പരം, പഴയ കാലത്തെല്ലാം ബാർട്ടർ ട്രേഡ് ആയിരുന്നു, സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. ഇപ്പോൾ പൈസ ഉപയോഗിക്കുന്നുണ്ടാവണം, എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതിനെ ചൈനയെ സന്തോഷിപ്പിക്കുവാനായിട്ട് അതിനെ നേപ്പാളിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും, ഒരു തർക്കഭൂമി ആയിരിക്കാമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ത്യയുമായിട്ട് യാതൊരു ചർച്ചകളിലും ഏർപ്പെടാതെ അതിനെ നേപ്പാളിൻ്റെ മാപ്പിൽ ഉൾപ്പെടുത്തുകയും പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് അതിനെ ഭരണഘടനയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്ത ആളാണ് അവിടുത്തെ ഈ നേതൃത്വം. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്ക് ഈ നേതൃത്വം മാറുന്നത് സന്തോഷമാണെങ്കിലും അതേസമയം ഇനി ആരാണ് വരുന്നതെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇത് മാറ്റം നമുക്ക് അനുകൂലമാണോ, നമുക്ക് ഗുണകരമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും അവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവിടുത്തെ ചൈനീസ് അംബാസഡർ നമുക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിഘടിച്ച് നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാനും ഒരു തവണ അവരെ ഭരണത്തിലേക്ക് നയിക്കാനും ആ അംബാസഡറുടെ പ്രവൃത്തികളിലൂടെ സാധിച്ചതായിട്ട് അത് വളരെ ഓപ്പണായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആയാലും ചൈന ആയാലും വറി ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ഇതിനെ മുതലെടുക്കാനായിട്ട് പലരും വളരെയധികം അല്യൂഡ് ചെയ്തു പോയൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ഇതിൽ മുതലെടുത്തിട്ട് അവിടെ അമേരിക്കയ്ക്ക് ഒരു കാലൂന്നാനുള്ള ഇടം അമേരിക്ക വളരെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അമേരിക്ക സക്സീഡ് വിജയിക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയായാലും ചൈനയായാലും കൂടുതൽ വറി ചെയ്യുന്ന കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.